ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹൗസ് വീൽ. ഇന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ ആയിട്ടോ. നട്ട്സ് വേണം, ബട്ടർ വേണം, ഒരു മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മൈദ, കൊക്കോ പൗഡർ മിക്സ് വെച്ചിട്ടുണ്ട്. അര കപ്പാണ് ഞാൻ ഇതൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ബട്ടറും അതുപോലെ വാനില എസൻസും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അത് ഒരു അര കപ്പാണ്. അര കപ്പിനകത്ത് തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി നമ്മുടെ മൈദയും കൂടെ മിക്സ് ചെയ്യണം. അത്രയും തന്നെയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ പകരം ഓയിൽ ചേർക്കാം. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നട്ട്സ് പ്രലയൻസ് എന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു, അതും കുറച്ച് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഓവനോ ബീറ്ററായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മിക്സിയിലും ചെയ്യാം, ഓവൻ ഇല്ലാതെയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ പാലാണ് എടുത്തത്. നിങ്ങൾക്ക് 2 മുട്ടയോ 3 മുട്ടയോ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരൊറ്റ മുട്ടയോ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പാല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുട്ടയുടെ മണം അത്ര ഇവിടെ ഇതില്ലാത്തതുകൊണ്ടാണ്. വലിയ മണമൊന്നും വരികയില്ല. ഇവിടെ മക്കൾക്ക് വലിയ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലതുകൊണ്ടാണ്. അതുകൊണ്ട് ബാക്കി ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ബ്രഷ് ചെയ്ത് നന്നായിട്ട് കപ്പ് കേക്കിനെ ഒരു മോൾഡിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നിറഞ്ഞ കവിഞ്ഞു പോകും. അപ്പോൾ ഒരു സ്പൂൺ ഞാൻ ഇവിടെ 1.5 സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബേക്ക് ചെയ്തപ്പം എനിക്ക് കൂടിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊരു 15 to 25 മിനിറ്റ്സ് ആ ഒരു സമയത്തോട് കൂടി തന്നെ ഇത് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെമ്പിനകത്താണ് ബേക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി എന്ന് വെച്ചാൽ നമുക്കിത് വീട്ടിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു കേക്ക് ടീൻ എടുത്തിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് നമ്മുടെ കപ്പ് കേക്കിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുത്ത് ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് സ്പഞ്ചായിരുന്നു. ഞാനാണ് കട്ട് ചെയ്ത് കാണിച്ചത്. നിങ്ങളെ കഴിക്കുമ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന സ്പഞ്ചായിരുന്നു. എന്തായിരുന്നു ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.